ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധിയെന്ന പ്രതിപക്ഷം. പീഡന പരാതിയിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ആരോപണ വിധേയനെ മാറ്റി നിർത്തി പകരം ചുമതല കൈമാറാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സ്ത്രീപീഡന പരാതിയിൽ പഞ്ചായത്ത് അംഗം പ്രതിക്കൂട്ടിലായിട്ടും നടപടിയെടുക്കാൻ മടിക്കുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. ആരോപണ വിധേയനായ മെമ്പറെ മാറ്റി നിർത്താനോ പകരം ചുമതല കൈമാറാനോ പ്രസിഡന്റ് തയ്യാറാകാത്തത് പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതി 30 അജണ്ടകൾ വെച്ച് ബോർഡ് യോഗം ചേർന്നിരുന്നെങ്കിലും ആരോപണ വിധേയനായ മെമ്പറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് പ്രസിഡന്റ് യോഗം നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് ബാക്കി അജണ്ടകൾ മാറ്റിവെച്ച് യോഗം പിരിച്ചുവിട്ടു. പിന്നീട് ഈ മാസം 3-ാം തീയതി വീണ്ടും യോഗം ചേർന്നുവെങ്കിലും കഴിഞ്ഞ യോഗത്തിന്റെ തുടർച്ച മാത്രമാണ് ഉണ്ടായതെന്നും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹാരം കാണാനോ പഞ്ചായത്തിന് കഴിയുന്നില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. 3 തവണ ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിന്ന പ്രസിഡന്റിന്റെ മെല്ലെപ്പോക്ക് നയം ഇനിയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് 9-ാം വാർഡംഗം ശാലിനി എ, 16-ാം വാർഡംഗം മണികണ്ഠൻ പാലക്കുഴി എന്നിവർ പറഞ്ഞു. പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും റോഡ് തകർച്ചയും മൂലം ജനങ്ങൾ വലയുകയാണ്. കൂടാതെ മഴക്കാല രോഗങ്ങളും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 30 അജണ്ടകൾ വെച്ചുകൊണ്ട് 29-ാം തീയതി യോഗം തീരുമാനിച്ചു. അന്ന് പ്രസിഡന്റ് തന്നെ ഇവരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് 9 അജണ്ടകൾ എടുത്തുകൊണ്ട് ബാക്കി മാറ്റി വെച്ചുകൊണ്ട് പോയി. അതിനുശേഷം 3-ാം തീയതിയാണ് മറ്റ് അജണ്ടകൾ എടുക്കുമെന്ന് പറഞ്ഞത്. ആ 3-ാം തീയതി പുതിയ ബോർഡ് കൂടാൻ പറഞ്ഞപ്പോൾ ആ നിലവിലുണ്ടായിരുന്ന 29-ാം തീയതിത്തെ ബോർഡിന്റെ കണ്ടിന്യൂഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 21 അജണ്ടകൾ ബാക്കിയുണ്ടായിരുന്നു. ആ 21-ൽ 14 അജണ്ടകൾ മാത്രമാണ് അന്നെടുത്തത്. വീണ്ടും ഒരു 10-11ഓളം അജണ്ടകൾ അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെച്ചത് പൊതുജനങ്ങളുടെ വിവിധ പരാതികൾ ആ അജണ്ടയിലുണ്ട്. വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നം പരിഹരിക്കേണ്ട നിരവധി കാര്യങ്ങൾ ആ പരാതിയിലുണ്ട്. റോഡുകളുടെ TS വർക്ക് ക്രമീകരിക്കുന്നതുമായി അജണ്ടകൾ അതിലുണ്ട്. ഇതൊന്നും നടത്താതെ, ഇതിനൊന്നും കാര്യപ്രാപ്തിയും പ്രശസ്തിയും കൊടുക്കാതെ പഞ്ചായത്ത് ഇഴഞ്ഞുകൊണ്ട് നീങ്ങുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭരണസമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പർ 3 തവണ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ മെമ്പർമാരുടെ അയോഗ്യത രേഖപ്പെടുത്തും. അപ്പം അത് രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണോ ഈ ബോർഡ് ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ. ഭരണകക്ഷിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും പാർട്ടി തർക്കങ്ങളും ഒരിക്കലും പഞ്ചായത്ത് ഭരണത്തെയും സാധാരണക്കാരായ ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല. ആരോപണ വിധേയനായ വാർഡംഗത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുകയോ പകരം സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ഇതൊന്നും പഞ്ചായത്തിനെ ബാധിക്കാൻ പാടില്ല, പൊതുജനങ്ങളെ ബാധിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അന്നത്തെ ബോർഡിൽ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കി ഈ ഭരണസമിതി അല്ലെങ്കിൽ ബോർഡ് യോഗം ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. ഞങ്ങളത് ചെയ്തില്ല. ഞങ്ങളുടെ ആവശ്യം ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, സാധാരണപ്പെട്ട ആളുകളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്, നമുക്കറിയാലോ. ആ സാധാരണക്കാർക്ക് കിട്ടേണ്ട നിരവധി ആനുകൂല്യങ്ങൾ ഈ ഭരണസമിതി തീരുമാനം എടുക്കേണ്ടതുണ്ട്. അവരുടെ പരാതി പരിഹരിക്കേണ്ടതുണ്ട്. ആ പരാതികളൊക്കെ പരിഹരിക്കാതെ നമ്മൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിൻ്റെ മെമ്പർമാർ വായ മൂടി കെട്ടിക്കൊണ്ട് പ്ലക്കാർഡ് പിടിച്ച് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. അതൊരു പോരായ്മയായിട്ട് ഭരണസമിതി കാണരുത് എന്നാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അധികാരത്തോട് പറയാനുള്ളത്. വേണ്ടി വന്നാൽ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തുള്ള സമര പരിപാടികളായി മുന്നോട്ട് പോകും. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.